മറ്റുവാർത്തയിലേക്ക് ഇടുക്കി നെടുങ്കണ്ടം കോമ്പിയാറിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ കൊലപ്പെടുത്തി മധ്യപ്രദേശ് സ്വദേശിനി സരസ്വതിയാണ് കൊല്ലപ്പെട്ടത്. ഇവർക്കൊപ്പം താമസിച്ചിരുന്ന രാജേഷ് എന്ന മധ്യപ്രദേശ് സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരാഴ്ചയ്ക്ക് മുൻപാണ് ഇരുവരും കൊമ്പയാറിൽ ജോലിക്കെത്തിയത്. കൊമ്പയാറിന് സമീപമുള്ള കൃഷിയിടത്തിലെ വീട്ടിൽ കഴിഞ്ഞ 2 ദിവസമായി ഇവർ താമസിച്ചു വരികയായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഇരുവരും വീട്ടിൽ വച്ച് മദ്യപിച്ചു. മദ്യപാനത്തിന് ശേഷം രാജേഷ് സരസ്വതിയെ മർദ്ദിക്കുകയായിരുന്നു. തുടർന്ന് തോട്ടം ജീവനക്കാർ ഇവരെ ഇവിടെ നിന്നും പോകണമെന്ന് ആവശ്യപ്പെട്ടു. പോലീസ് സ്റ്റേഷനിലും വിവരമറിയിച്ചു. പോലീസ് എത്തി ഇവരെ കൊണ്ടുപോകാൻ തുടങ്ങവേ രാവിലെ ഇരുവരും സ്റ്റേഷനിൽ എത്തിക്കാമെന്ന് കൂടെയുണ്ടായിരുന്ന മറ്റ് അതിഥി തൊഴിലാളികൾ പോലീസിനോട് പറഞ്ഞു. എന്നാൽ ഇന്ന് രാവിലെ സരസ്വതിയെ മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ഇന്നലെ ഞായറാഴ്ച ലീവായിരുന്നു. ഞാൻ നെടുങ്കണ്ട പോയി സാധനമൊക്കെ മേടിച്ചൊരു 3:30 ആകുമ്പോൾ വരുമ്പോഴാണ് ഇവിടെ ബഹളം കേട്ടോണ്ടാണ് ഞാൻ വരുന്നത്. വന്നു കഴിഞ്ഞപ്പം ഇവളിവിടെ മുറ്റത്ത് കിടക്കുവാണ്. പൂസാണ്. ഇവനവിടെ കുത്തിപ്പിടിച്ചിരിപ്പുണ്ട്. ഈ രാജേഷ് എന്ന് പറയുന്ന ഇവിടെ ഭർത്താവാണെന്ന് പറയുന്നു. കല്യാണം കഴിച്ചതായിട്ടൊന്നും നമുക്കറിയത്തില്ല. ഇവിടെ വന്നിട്ട് 8 ദിവസമേ ആയുള്ളൂ. നമ്മുടെ ഇവിടെ പണി കുറവായതുകൊണ്ട് വേറെ സ്ഥലത്ത് പണിയാൻ പോകുന്നു. ഇവിടെ നിൽക്കുക. അവരുടെ ഒരു ഗസ്റ്റ് ഇവരുടെ സ്വന്തക്കാരുടെ അടുത്ത് വന്നതാണ് ഇവരെ പണി അന്വേഷിച്ചത്. ഇവിടെ പണി കുറവായതുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് വേറെ പണിയാൻ പോകുമായിരുന്നു. അങ്ങനെ ഇന്നലെ ഞാൻ 3:30 ആകുമ്പോൾ വരുമ്പോഴാണ് ബഹളം കേട്ടുകൊണ്ട് വരുമ്പം 2 പേർക്കും പൂസാണ്. ഇവിടെ നിലത്ത് കിടപ്പുണ്ട് മുറ്റത്ത്. അത് കഴിഞ്ഞ് ഞാൻ ഇവനോട് പറഞ്ഞു, നീ എടുത്ത് അകത്ത് കിടത്താൻ പറഞ്ഞു. അകത്ത് ഞാൻ പോകുമ്പോൾ അവൻ കിടത്തിയില്ല. അവൻ കിടത്തിക്കോളാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് പോയി ശാലം കഴിഞ്ഞു. പോലീസ് നെടുങ്കണ്ടം സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ ഇവിടെ വന്നു. അവർ വേറെ അന്വേഷണമായത് വന്ന കൂട്ടത്തിലാണ് ഇവിടെ വരുന്നത്. വന്നു കഴിഞ്ഞപ്പം ഞാനിവിടെ പിന്നെയും ഞാൻ വരുമ്പോൾ ഇവിടെ അകത്ത് കയറ്റി കിടത്തിയിട്ടുണ്ട്. പോലീസുകാർ വരുമ്പോൾ അന്നേരം ഇവർക്ക് ജീവനൊക്കെ ഉണ്ട്. ഇവർക്ക് പൂസിൻ്റെ ആയിരിക്കും നമ്മൾ ഓർത്തത്. പിന്നെ അടിയുടെ ചതവൊക്കെ നമുക്ക് കാണാമായിരുന്നു, കയ്യിലും കാലിലും ഒക്കെ. എന്നാലും ഇങ്ങനൊരു പ്രതീക്ഷ നമുക്കില്ലായിരുന്നു. പോലീസുകാർ ഇവനെ കൊണ്ടുപോക്കണം. അപ്പം ഞാൻ പറഞ്ഞു, പോലീസുകാർ അങ്ങനെ ഉണ്ടായി ഇവിടെ എന്നെ എടുക്കും, പൂസ് കഴിയുമ്പം ഇവിടെ പറഞ്ഞു വിട്ടേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് സംഭവം. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാം പോയി വീട്ടിൽ പോയി കിടന്നുണ്ടെങ്കിൽ രാവിലെ ഒരു 6:30 ആയപ്പം ബാക്കിയുള്ള ഹിന്ദിക്കാർ പണിക്കാർ വന്ന് ഇവിടെ നോക്കുമ്പോഴാണ് ഇവള് അനക്കമില്ലാതെ കിടക്കുന്നു. അന്നേരം എന്നെ വിളിച്ചു. ഞാനിവിടെ വന്ന് നോക്കുമ്പം അത് മരിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി. പ്രതിയായ രാജേഷിനും സരസ്വതിക്കും മധ്യപ്രദേശിൽ വേറെ കുടുംബങ്ങൾ ഉള്ളതാണ്. ബന്ധുക്കൾ എന്ന നിലയിലാണ് ഇരുവരും ഇടുക്കിയിലെത്തിയത്. ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ജനം, ഇടുക്കി.